നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ്. ഈ വേദഭാഗത്ത് നമുക്ക് സുപരിചിതമായ താലന്തുകളുടെ ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് 5, 2, 1 താലന്തുകൾ ഏൽപ്പിക്കുന്നു. യജമാനൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ 5 താലന്തുള്ള വ്യക്തിയും 2 താലന്തുള്ള വ്യക്തിയും വ്യാപാരം ചെയ്ത് അത് ഇരട്ടിയാക്കി. എന്നാൽ 1 താലന്ത് ലഭിച്ച ആൾ അത് വ്യാപാരം ചെയ്യാതെ മണ്ണിൽ കുഴിച്ചിടുന്ന അനുഭവമാണ് ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൽ പറയുന്ന യജമാനൻ തൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന താലന്ത് എന്താണെന്ന് നോക്കാം. പുരാതന ഇസ്രയേലിൽ നാണയങ്ങൾ എണ്ണി കൊടുത്തിരുന്നില്ല, മറിച്ച് തൂക്കിയാണ് കൊടുത്തിരുന്നത്. അതിന് പറയുന്ന പേരുകളാണ് ഷേക്കൽ, റാത്തൽ, താലന്ത് എന്നൊക്കെ പറയുന്നത് തൂക്കത്തിനെയാണ്. ഈ 60 ഷേക്കൽ എന്ന് പറയുന്നത് 1 റാത്തൽ, 60 റാത്തൽ എന്ന് പറയുന്നത് 1 താലന്ത്. ഇങ്ങനെ കണക്ക് വെച്ചാണ് പഴയ കാലത്ത് അവർക്ക് താലന്ത് കൊടുത്തിരുന്നത്. യജമാനൻ തൻ്റെ സമ്പത്തിൽ നിന്നാണ് ദാസന്മാർക്ക് 5 താലന്തും 2 താലന്തും 1 താലന്തുകളും കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ സമയത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ആരോഗ്യത്തിൻ്റെ രൂപത്തിലായിരിക്കാം. അതെന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും നമ്മുടെ സ്വന്തം അല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം ആണ്. നമ്മൾ പറയും എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ നമ്മളെല്ലാം നമ്മൾ എൻ്റേതാണെന്ന് കരുതും. നമ്മുടേതായിട്ട് ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല. നമ്മൾ മുൻപ് അനുഭവിച്ചതും ഇപ്പോൾ അനുഭവിക്കുന്നതും ഇനിയും നമ്മൾ അനുഭവിക്കാൻ പോകുന്നതും എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെയാണ്. നമ്മുടെ ഇഷ്ടം ഒന്നും നടക്കുകയില്ല. ഓരോരുത്തർക്ക് താലന്ത് കൈമാറിയത് അവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ്. 5 താലന്ത് ലഭിച്ച വ്യക്തിക്ക് അത് വ്യാപാരം ചെയ്യുവാൻ ഉള്ള പ്രാപ്തിയും ദൈവം കൊടുക്കുന്നു. അതുപോലെ 2ഉം 1ഉം താലന്ത് കൊടുത്ത വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള പ്രാപ്തി മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നോക്കിയാൽ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്യരുത്. എന്നാൽ 5 താലന്തും 2 താലന്തും ലഭിച്ച വ്യക്തികൾ അത് ഇരട്ടിയാക്കിയപ്പോൾ യജമാനൻ അവരെപ്പറ്റി പറയുന്നത് എന്താണെന്ന് നോക്കാം. അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്നാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്താതെ ഇരുന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് താലന്ത് തരുമ്പോൾ സമയവും സാഹചര്യവും എപ്പോഴും അനുകൂലമായിരിക്കുകയില്ല. ആ പ്രതികൂല സാഹചര്യങ്ങളിലും ലഭിച്ചിരിക്കുന്ന താലന്ത് ദൈവം മുൻപാകെ വിശ്വസ്തരായി വ്യാപാരം ചെയ്യണം. കാരണം സമയം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. ദൈവം നമുക്ക് കഴിവുകൾ തരുമ്പോൾ അതൊരിക്കലും സൂക്ഷിച്ചു വെക്കുകയോ അത് കുഴിച്ചിടുകയോ ചെയ്യരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് ദൈവം മുൻപാകെ വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാത്തിനും കഴിവുകൾ, ആരോഗ്യം, സമയം എല്ലാത്തിനും കണക്ക് തീർക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ദൈവം മുൻപാകെ കണക്ക് തീർക്കേണ്ടത്. 5ഉം 2ഉം താലന്ത് ലഭിച്ച ദാസന്മാരോട് പറയുന്നത് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നാണ്. എന്നാൽ 1 താലന്ത് ലഭിച്ച ദാസനോട് പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. ദൈവം കഴിവുകൾ കൊടുക്കാത്തതായിട്ട് ആരും തന്നെയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഉപമ ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.